ഹലോ ഗൈസ്, ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. സത്യേട്ടൻ്റെ ഫ്രണ്ട് തമ്പാട്ടൻ്റെ വീട്ടിൽ ഒരു വിരുന്നുണ്ട്. വിരുന്നിന് വേണ്ടി നമ്മളെ ക്ഷണിച്ചിന്. അങ്ങനെ നമ്മൾ വിരുന്നിന് വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് വൈക്ക് 2-3-4 ആളെ കണ്ടു. കണ്ടിട്ടാകുമ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചു. മയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും മയിൽ തന്നെ കണ്ട. ഇത് 2 പെൺമയിലും 1 ആൺമയിലുമാണ്. ഇങ്ങനെ കാണുന്നതല്ലാണ്ട് ഇപ്പോൾ പീലി വിടർത്തിയിട്ടുള്ള മയിലിനെ ഇതുവരെ ഏടിയും കണ്ടിട്ട. പീലി വിടർത്തിയിട്ടുള്ള മയിലിനെ കാണാനല്ലേ രസം. അങ്ങനെ ഞങ്ങൾ തമ്പാട്ടൻ്റെ വീട്ടിലേക്ക് എത്തി. നമ്മ എത്തുമ്പോഴത്തേക്ക് ആരും എത്തിയിട്ടുണ്ടായിട്ട, കുറച്ച് പേരെ ഉണ്ടായിട്ടു. നമ്മ വണ്ടി ഇറങ്ങിയപ്പാടെ നമ്മളെ 2 ആൾ പേടിപ്പിക്കുന്നത്. ആരടാ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് 2 ആൾ നമ്മൾ പേടിപ്പിക്കുന്നു. ആടുന്ന് നേരെ അകത്തേക്ക് കയറി. ഇതാണ് കേട്ടോ തമ്പാനേട്ടൻ്റെ വീട്. നല്ല അടിപൊളി വീട്. അപ്പോൾ അകത്ത് നിന്നിട്ട് എല്ലാവരോടും കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ ആരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാട്ടോ. അത് അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോയിൽ എടുക്കാതിരുന്നത്. സംസാരിച്ചിട്ട് അപ്പുറത്തോട്ട് പോയി. എല്ലാവരും അടുക്കള സൈഡുണ്ട്. അടുക്കളയിൽ എത്തുമ്പോഴത്തേക്ക് നമ്മളെ ഷൈജു ചേട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഷൈജു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തലശ്ശേരി ദം ബിരിയാണി എന്ന് പറഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷൈജു ചേട്ടൻ്റെ ബിരിയാണി. കാണാൻ വേണ്ടി വലിയ ലുക്കില്ല, പക്ഷെ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷൈജു ചേട്ടൻ നന്നായി ഫുഡ് ഉണ്ടാക്കുന്നു പറഞ്ഞു. ഷൈജു ചേട്ടൻ്റെ വീട് കൂത്തുപറമ്പാണ്. തമ്പാട്ടനും സത്യേട്ടനും ഷൈജു ചേട്ടനും ഇവർ എല്ലാവരും കുവൈത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ കുവൈത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വിരുന്നിന് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായി. അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഫുഡ് കഴിക്കണമെങ്കിൽ ഷൈജു ചേട്ടൻ്റെ ഫുഡ് കഴിക്കണം, സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കാണുന്നത് ബിരിയാണിക്ക് ദമ്മിടുന്നതാണ്. അപ്പോൾ പാത്രം ചെറുതായതുകൊണ്ട് 2 പാത്രത്തിൽ വെച്ച് ദമ്മിട്ടു. ചിക്കൻ പൊരിച്ചിട്ടാക്കിയ ബിരിയാണി അല്ല കേട്ടോ, സാധാരണ പോലെ വേവിച്ചിട്ട് ചെയ്തതാണ്. സൂപ്പർ ടേസ്റ്റ്. ഞാനെന്നിട്ട് ഷൈജു ചേട്ടനോട് ഈ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കലെന്നെല്ലാം ചോദിച്ചു. അതിൻ്റെ റെസിപ്പിയെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഒരു ദിവസം എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഷൈജു ചേട്ടൻ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല. ഷൈജു ചേട്ടൻ ഉണ്ടാക്കുന്ന ഭയങ്കര ടേസ്റ്റാണ്. ആദ്യം ചിക്കൻ ഇട്ടു, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ചോറിട്ടു. അങ്ങനെ ലെയറായി ഇട്ടിട്ട് ദമ്മിട്ട് വെച്ചു. ബിരിയാണി ദമ്മിടുന്ന ഫോട്ടോയിൽ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ സത്യേട്ടനുണ്ട് ക്യാരറ്റ് കട്ട് ചെയ്യുന്നു കച്ചമ്പറിന് വേണ്ടിയിട്ട്. അപ്പോൾ സത്യേട്ടൻ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യണോ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ കക്കരിക്ക കട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ സത്യേട്ടൻ്റെ കൂടെ ഞാനും കക്കരിക്ക കട്ട് ചെയ്യാൻ വേണ്ടി കൂടി. ഫുഡെല്ലാം 1 മണിയാകുമ്പോഴത്തേക്കും റെഡിയായി. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം വിരുന്ന് വരുന്നവരെല്ലാം കഴിച്ചു, പിന്നെ നമ്മളെല്ലാം കഴിച്ചു. പന്നിക്കറിയും കൂടി ഉണ്ടായിന് കേട്ടോ. ഞാൻ പന്നിക്കറി ഇതുവരെ കൂട്ടിയിട്ടില്ല, എനിക്കിഷ്ടമല്ല. കുറേ പേരുണ്ടായിന്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പേര് പോയി. ബാക്കിയുള്ളവരെല്ലാം ആടിയിരുന്ന് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. പിള്ളേർ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിള്ളേർ എവിടെ പോയാലും പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കും. എനിക്ക് ഊഞ്ഞാലാടണമെന്ന്. അങ്ങനെ സത്യേട്ടനും ഇരുന്ന് ഊഞ്ഞാലാടി. സത്യേട്ടൻ മാത്രം ആടിയാൽ പോരല്ലോ, ഞാനും ഇരുന്ന് ഊഞ്ഞാലാടി. ലാസ്റ്റ് എനിക്ക് തല ഇറങ്ങി കേട്ടോ. അതിലിരുന്ന് ആടുമ്പോൾ ഭയങ്കര തല ഇറക്കും. എനിക്ക് ഈ ഊഞ്ഞാലൊന്നും പറ്റില്ല. എല്ലാവരും കൂടി കഥയെല്ലാം പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞിട്ട. വൈകുന്നേരത്തെ ചായയും കൂടി കുടിച്ചിട്ടാണ് ആടുന്ന് വിട്ടത്. ആടുന്ന് വിടുമ്പോൾ ഒരു 5 നല്ല ഒരു അടിപൊളി സൺഡേ ആയിരുന്നു ഈ സൺഡേ. അപ്പോൾ ഇതെല്ലാം നമ്മളെ സൺഡേ പരിപാടികൾ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.